നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഷഫീഖ് വധശ്രമ കേസിൽ അച്ഛന് 9 വർഷവും രണ്ടാനമ്മയ്ക്ക് 15 വർഷവും കഠിന തടവ്. ശിക്ഷ വിധിച്ചത് ഇടുക്കി അഡീഷണൽ സെഷൻസ് കോടതി. 4.5 വയസ്സുകാരനെ പട്ടിണിക്കിട്ടും മർദ്ദിച്ചും കൊല്ലാൻ ശ്രമിച്ചെന്ന കേസ്. വിധി പറയുന്നത് സംഭവം നടന്ന് 11 വർഷത്തിന് ശേഷം. MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ, ഹൃദയസ്തംഭനമുണ്ടായെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലെന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി. ഭാര്യയുടെ ചികിത്സയ്ക്ക് നിക്ഷേപത്തുക തിരിച്ചു കിട്ടാത്തതിൽ മനം നൊന്ത് ആത്മഹത്യ. കട്ടപ്പന കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയത് മുളങ്ങാശ്ശേരി സ്വദേശി സാബു. ബാങ്ക് ജീവനക്കാർ അധിക്ഷേപിച്ചെന്ന് ആത്മഹത്യാക്കുറിപ്പ്. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന് ബന്ധുക്കൾ. CPM ഭരിക്കുന്ന ബാങ്കിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും. മന്ത്രി മാറ്റ നീക്കത്തിൽ NCP പിളർപ്പിലേക്ക്. PC ചാക്കോയ്ക്കെതിരെ കടുത്ത നീക്കത്തിന് കെ ശശീന്ദ്രൻ. രാജിവെച്ചാലും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കില്ലെന്നും പ്രതികരണം. തോമസ് കെ തോമസിന്റെ മന്ത്രിയാകാനാണ് എന്ന ഒരു മറയെന്തിനായിരുന്നു? എന്തിനാണ് അദ്ദേഹത്തെ വെറുതെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ശരിയാണ്. അദ്ദേഹത്തെ വെറുതെ എന്തിനാണ് വിവാഹത്തിന് വലിച്ചടച്ചത്? ശശീന്ദ്രനെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച് PC ചാക്കോ. ചർച്ചകൾ തുടരുന്നുവെന്ന് തോമസ് കെ തോമസ്. NSSന് പിന്നാലെ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി SNDPയും. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ. NSS സഹകരണം ചെന്നിത്തലയ്ക്ക് ഗുണം ചെയ്യില്ലെന്നും വെള്ളാപ്പള്ളി. കാരണം കോൺഗ്രസ് ഭരണം കിട്ടിയിട്ട് വേണ്ടേ? കോൺഗ്രസിനോട് ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. KC വേണുഗോപാലിനും VD സതീശനും വിമർശനം. കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം കൊടിയിറങ്ങുന്നു. സമാപന സമ്മേളനം അല്പസമയത്തിനകം. മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. വാർത്തയിലേക്ക് വിശദമായി. കുമളിയിലെ 4.5 വയസ്സുകാരൻ ഷെഫീഖിന്റെ വധശ്രമ കേസിൽ രണ്ടാനമ്മ അനീഷയ്ക്ക് 15 വർഷവും അച്ഛനും ഒന്നാം പ്രതിയുമായ ഷെരീഫിന് 9 വർഷവും തടവ്. ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. അനീഷ 2 ലക്ഷം രൂപയും ഷെരീഫ് 50,000 രൂപയും പിഴയടയ്ക്കണമെന്ന് കോടതി വിധിച്ചു. ഒരു ശുഭാന്തി ഉണ്ടായിട്ടുണ്ട്. ഷെഫീഖിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ കേസിൽ പ്രധാനമായിട്ടും 1ാം പ്രതിക്ക് 326 IPC പ്രകാരം 7 വർഷം തടവും 50,000 രൂപ പിഴയും. അതുപോലെ തന്നെ 323 IPCക്ക് 1 വർഷം തടവും. JJ ആക്ട് പ്രകാരം 23 പ്രകാരം 1 വർഷം തടവും. 2ാം പ്രതിക്ക് 307 IPC പ്രകാരം 10 വർഷം തടവും 2 ലക്ഷം രൂപയും പിഴയും. 324 IPC പ്രകാരം 3 വർഷം തടവും. 323 IPC പ്രകാരം 1 വർഷം തടവും. JJ ആക്ട് 23 പ്രകാരം 1 വർഷം തടവാണ് വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷ എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ? എങ്ങനെയാണ് ശിക്ഷ? സെപ്പറേറ്റ് ആണ്. JJ ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളുള്ളത് പ്രത്യേകം അനുസരിക്കണം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വിധിയിൽ സന്തോഷമുണ്ടെന്നും കേരളം ആഗ്രഹിച്ച വിധിയെന്നും ഷെഫീഖിന്റെ പോറ്റമ്മ രാഗിണി പ്രതികരിച്ചു. സന്തോഷമാണ് സാറേ. അതായത് ഞാൻ മാത്രമല്ലല്ലോ, കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മലയാളികളും, മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും എല്ലാവരും അവന് വേണ്ടി, എൻ്റെ കൊച്ചു മാത്രമല്ലല്ലോ, അപ്പം എല്ലാവരും ആഗ്രഹിച്ചതല്ലേ. ഡോക്ടേഴ്സിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എന്താ പറയുക, അല്ലസർ മാനേജ്മെൻറ്റ്, കേരളത്തിൻ്റെ എല്ലാ തെറ്റ് ചെയ്തവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എൻ്റെ വാവച്ചിയുടെ കൂടെ നിന്നത് കൊണ്ട്, അതായത് അവന് ഒന്നും പറയാൻ പറ്റിയില്ലേലും അവന് ന്യായം, അവന് നീതി കിട്ടി. അതിൽ സന്തോഷമുണ്ട്.
കേരളത്തെ നടുക്കിയ കേസിലാണ് 11 വർഷത്തിന് ശേഷം ഇപ്പോൾ വിധി പ്രഖ്യാപനമുണ്ടാകുന്നത്. ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടാം അമ്മയ്ക്കാണ് 15 വർഷത്തെ തടവ് വിധിച്ചിരിക്കുന്നത്. അച്ഛൻ ഒന്നാം പ്രതി ഷെരീഫിനെ 9 വർഷവും തടവിന് ശിക്ഷിച്ചിരിക്കുന്നു കോടതി. ഇപ്പോൾ സാഗർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാഗർ, 11 വർഷത്തിന് ശേഷം കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ വിധി അത് ഷഫീഖിന് നീതി നൽകുന്നതാണ് എന്ന പോറ്റമ്മയുടെ പ്രതികരണവും വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, 11 വർഷത്തിന് ശേഷമാണ് കുമ്മളിയിൽ 4.5 വയസ്സുകാരൻ ഷഫീഖിനെ പിതാവും രണ്ടാനമ്മയും ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ വിധി വന്നിരിക്കുന്നത്. ഈ വിധി തീർത്തും ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിധിയാണ്. വിധിയിൽ സന്തോഷമുണ്ടെന്നാണ് ഷഫീഖിന്റെ ഇപ്പോഴത്തെ പോറ്റമ്മയായ രാഗിണിയും പ്രോസിക്യൂഷനും ഒരേ തരത്തിൽ അഭിപ്രായപ്പെട്ടത്. വിധി തൃപ്തികരമാണെന്നാണ് ഇരുവരുടെയും പ്രതികരണം. ഷഫീഖിനെ 2013 ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് പിതാവും രണ്ടാനമ്മയും കൂടി ഇരയാക്കിയത്. ഇതിൽ ഇന്ന് വന്ന വിധിയിൽ ഒന്നാം പ്രതിയായ കുട്ടിയുടെ പിതാവ് ഷെരീഫിന് 9 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ 50,000 രൂപ പിഴ അടച്ചില്ലെങ്കിൽ അധികമായി തടവ് അനുഭവിക്കണം. അതേപോലെ തന്നെ രണ്ടാം പ്രതിയായ കുട്ടിയുടെ രണ്ടാനമ്മ അനീഷയ്ക്ക് 15 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിൽ വിധി പ്രസ്താവിച്ചത്. എന്തായാലും ഈ വിധിയെ പോറ്റമ്മ രാഗിണിയും സ്വാഗതം ചെയ്യുകയാണ്. ഷഫീഖിനുള്ള നീതിയാണ് ലഭിച്ചതെന്നാണ് ഇവരുടെ പ്രതികരണം. 2013 ജൂലൈ 15 ഇത്തരത്തിലുള്ള സംഭവം നടന്നത്. ഷെരീഫിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയാണ് ഈ ക്രൂര പീഡനത്തിന് ഇരയായ ഷഫീഖിന് പിതാവും രണ്ടാനമ്മയും ചേർന്ന് തലയ്ക്ക് ഉൾപ്പെടെ മാരകമായി മുറിവേൽപ്പിച്ചു. ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊള്ളിച്ചു. ഇത്തരത്തിൽ ക്രൂരമായ ഒരു നടപടിയാണ് ഷഫീഖിന്റെ മേൽ ഇവർ നടത്തിയത്. കുട്ടിയുടെ നിലവിളി കേട്ട അയൽവാസികൾ അന്ന് ഓടിക്കൂടി. തുടർന്ന് കുട്ടിയെ ഷഫീഖിനെ ആശുപത്രിയിലാക്കി. ആദ്യം തന്നെ കുട്ടി വീണ് പരിക്കേറ്റെന്നാണ് മാതാപിതാക്കൾ പ്രചരണം നടത്തിയത്. രണ്ടുപേരെയും പിറ്റേ ദിവസം തന്നെ കുമ്മളി പോലീസ് അറസ്റ്റ് ചെയ്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷഫീഖിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കുകയായിരുന്നു. പിന്നീടാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്കും. പിന്നീട് ആഴ്ചകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം സർക്കാർ കുട്ടിയെ ഏറ്റെടുക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ തലച്ചോറിനേറ്റ ക്ഷതം കാരണമാണ് കുട്ടിയുടെ സംസാരശേഷി പൂർണ്ണമായും ഇല്ലാതായത്. ഈ കാരണങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ ഉന്നയിച്ചു. സാക്ഷികൾ വിസ്തരിച്ചു. 17 സാക്ഷികളെയാണ് കോടതിയിൽ വിസ്തരിച്ചത്. ഇവരെല്ലാം തന്നെ ഈ സാക്ഷികളെല്ലാം തന്നെ പ്രതികൾക്കെതിരായ മൊഴിയാണ് നൽകിയത്. പ്രധാനമായും മെഡിക്കൽ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് ഇവർക്ക് ഇത്തരത്തിലൊരു വിധി ലഭിക്കുവാനായി ഇടയായത്. പ്രോസിക്യൂഷൻ അത്തരത്തിലാണ് ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. മെഡിക്കൽ രേഖകളും ഡോക്ടർമാരെ ഉൾപ്പെടെയാണ് കോടതിയിൽ വിസ്തരിച്ചത്. അവസാനം ഷഫീഖിന് നീതി ലഭിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. രേണുക, ശരി, സാഗറാണ് വിവരങ്ങൾ നൽകിയത്. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. ഹൃദയസ്തംഭനം സംഭവിച്ചെന്ന് വ്യക്തമാക്കി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങി. നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചത്. ഞാൻ MT ICUവിൽ കയറി കണ്ടു. അദ്ദേഹം ഈ പ്രാണവായുവിൻ്റെ ഒരു മുഖംമൂടി, ഓക്സിജൻ മാസ്ക് എന്ന് പറയും, അത് വെച്ചാൽ കിടക്കുന്നത്. കണ്ണ് അടച്ചാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ നഴ്സിനോട് ചോദിച്ചു, അദ്ദേഹം ഉറങ്ങുകയാണ്. അവർ പറഞ്ഞു ഉറങ്ങല്ല, ക്ഷീണമുണ്ട്, വിളിച്ചോളൂ എന്ന്. അങ്ങനെ ഞാൻ വിളിച്ചോ മനസ്സിലായില്ലെന്ന് അറിയില്ല. അദ്ദേഹം കണ്ണു തുറന്നില്ല. പിന്നെ നഴ്സ് വന്ന് വിളിച്ചു, പിന്നെ ആൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോഴും അദ്ദേഹം കണ്ണു തുറന്നില്ല. ഞാൻ പിന്നെ ഒരു 4-5 മിനിറ്റ് തൊട്ട് അവിടെ നിന്നിട്ട് പോരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. എനിക്ക് മനസ്സിലായത് വളരെ വളരെ സന്നിഗ്ധാവസ്ഥയിലാണ്, ക്രിട്ടിക്കലാണ്. വാസുദേവൻ നായർ മഹാഭാഗ്യവാനാണ്. വാസുദേവൻ നായർ അത്രയും ഭാഗ്യമുള്ളൊരു എഴുത്തുകാരൻ എൻ്റെ ധാരണയിൽ ഈ ഭാഷയിൽ ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യത്തിലും, എഴുത്തിൻ്റെ കാര്യത്തിൽ, സിനിമയുടെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, പത്രപ്രവർത്തനത്തിൽ, സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ വളരെ ഭാഗ്യവാനായൊരു മനുഷ്യൻ. പ്രസംഗം തൻ്റെ ഒരു ആവിഷ്കാര മാധ്യമമാണെന്ന് എടുക്കാത്തൊരാളാണ്. ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ സമാഹാരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സമാഹാരം എഡിറ്റ് ചെയ്ത് ഞാനാണ്, വാക്കുകളുടെ വിസ്മയം എന്ന് പറഞ്ഞിട്ട്. ഇനിയും വേറെ ആർക്കോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് താല്പര്യമില്ല പ്രസംഗിക്കാൻ, അദ്ദേഹത്തിന് താല്പര്യം എഴുതാനാണ്, അല്ലെ വായിക്കാൻ. സിനിമയെക്കാളും കൂടി അദ്ദേഹം സാഹിത്യത്തെ മതിക്കുന്ന ഒരാളാണ്. ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഔദ്യോഗികമായി ആശുപത്രി അധികൃതർ തന്നെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുമെന്നാണ് അവിടെ എത്തിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. 11:30 പുറത്തിറങ്ങിയ ബുള്ളറ്റിൻ മാത്രമാണ് ഉള്ളത്. നിലവിലെ സ്ഥിതി അതേ നിലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനാകുന്നത്. ശ്വാസ തടസ്സമുണ്ട്, ഹൃദയസ്തംഭനമുണ്ടായതിൻ്റെ തുടർ പ്രശ്നങ്ങളുണ്ട്, ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ട്. അപ്പോൾ ജീവൻ രക്ഷിക്കാൻ ഇപ്പോഴും സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. അദ്ദേഹത്തെ നേരത്തെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സന്ദർശിച്ച് പുറത്തിറങ്ങിയിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു ഫലം കാണുമെന്നൊരു പ്രാർത്ഥനയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇപ്പോൾ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തെ കാണുവാനായിട്ട് കോഴിക്കോട് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും പലരും ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വന്നവരൊക്കെ ഇവിടെ തുടരുന്നുണ്ട്. അപ്പോൾ പൊന്നാനി MLA P നന്ദകുമാർ അടക്കമുള്ളവർ ഉച്ചയ്ക്ക് വന്നതാണ്. അദ്ദേഹമൊക്കെ ഇവിടെ തുടരുകയാണ്. നമുക്കറിയാം, അദ്ദേഹവുമായിട്ട് വലിയ ആത്മബന്ധമാണ് പലർക്കും ഉള്ളത്. അത് കേവലം സാഹിത്യ മേഖലയ്ക്ക് അപ്പുറത്ത് വലിയ ബന്ധങ്ങളുള്ള വ്യക്തിയാണ്. സാംസ്കാരിക മേഖലയിൽ കേവലം എഴുത്തിൻ്റെ മാത്രം ലോകത്തായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ സപര്യ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ രംഗത്താവട്ടെ, പത്രപ്രവർത്തന രംഗത്താവട്ടെ, സാഹിത്യരംഗത്താകട്ടെ, സാംസ്കാരിക രംഗത്താകട്ടെ, ഇവിടെയെല്ലാം തന്നെ മലയാളത്തിൻ്റെ യശസ് ഉയർത്തുന്ന, മലയാളത്തിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു മഹാരഥനാണ് MT. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവൻ സാംസ്കാരിക കേരളത്തിന് ഏറെ വിലപ്പെട്ടതാണ്. അപ്പോൾ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് ചികിത്സകളൊക്കെ തന്നെ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നടന്നും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാത്തിരിക്കുന്നത് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുന്നതിനാണ്. വൈകുന്നേരം 6 മണിയോടെ രണ്ടാമത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിലായിരിക്കും ഔദ്യോഗികമായിട്ട് നമുക്ക് വ്യക്തമാവുക. എന്നാണെങ്കിലും കോഴിക്കോട്ടേക്ക് പ്രമുഖരുടെ സന്ദർശനം തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്കിവിടെ കാണാനാകുന്നത്. ആശുപത്രിക്ക് മുന്നിൽ നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കേരളം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അദ്ദേഹം പൂർണ്ണാരോഗ്യവാനായി ആശുപത്രിയിൽ നിന്ന് വിടുന്നത് കാത്തിരിക്കുകയാണ്. എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ 6:30 പുറത്തുവരും എന്നതാണ് CV അനുമോദ് സൂചിപ്പിക്കുന്നത്. കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ ബാങ്ക് അധികൃതരെ അറസ്റ്റ് ചെയ്യാതെ സംസ്കാരം നടത്തില്ലെന്ന നിലപാടിൽ കുടുംബം. കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബുവാണ് രാവിലെ ബാങ്കിന് സമീപം ആത്മഹത്യ ചെയ്തത്. നിക്ഷേപ തുക തിരികെ ചോദിക്കാനെത്തിയ സാബുവിനോട് ജീവനക്കാർ മോശമായി പെരുമാറിയെന്നാരോപിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം പിൻവലിക്കാനാണ് സാബു ബാങ്കിനെ സമീപിച്ചതെന്ന് ബന്ധുക്കൾ അറിയിച്ചു. പുള്ളി ഒരു സ്ഥലം വാങ്ങിച്ചപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് പൈസ തിരിച്ചവർ കൊടുത്തായിരുന്നു. ബാക്കി 25 ലാഖോളം ഡിപ്പോസിറ്റ് ഉള്ളതായിട്ട് അറിവ്. അത് പലിശ പോലും മാസം തോറും കൊടുക്കുന്നില്ലെന്നുള്ള പെങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൈസ പ്രാവശ്യം തിരിച്ച് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും പ്രശ്നങ്ങളിലായിരുന്നു. പൈസ ഡിപ്പോസിറ്റ് പൈസ തിരിച്ച് കൊടുക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പെങ്ങൾ അഡ്മിറ്റായിരുന്നു കഴിഞ്ഞ ആഴ്ച അവിടെ തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. യൂട്രസ് റിമൂവലോട്ട് വന്നപ്പോൾ അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ ആവശ്യമായിരുന്നു പുള്ളിക്ക്. പുള്ളി ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. പുള്ളി ഇന്നലെ ബാങ്കിൽ വന്ന് പൈസ വെച്ചപ്പോൾ ഒരു ഭയങ്കര പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വാക്കുകൾക്ക് ഉണ്ടായതായിട്ടാണ് അറിവ്. വാക്കുകൾക്ക് എന്തെന്നുള്ള ഉണ്ടായതായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നിരാശനായിട്ടാണ് വീട്ടിൽ വന്നത്. മകനുമായിട്ട് ഞാൻ രാവിലെ സംസാരിച്ചു. +2 പഠിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ പപ്പ ഭയങ്കര വിഷമത്തിലാവുന്നത്. ബാങ്കുകാർ പുള്ളിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് മകൻ എന്നോട് പറഞ്ഞ മൊഴി. രാത്രിയിൽ നീ ബാങ്കിൽ വന്ന് പ്രശ്നമുണ്ട്, നിനക്കെതിരെ കേസ് കൊടുക്കും. അങ്ങനെ ഒരു മാനസിക വിഷമത്തിലാണ് പുള്ളി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മൃതദേഹം വിട്ടു നൽകാതെ കോൺഗ്രസും BJPയും ബാങ്കിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചിരുന്നു. നേരത്തെ പ്രിൻസ് ജെയിംസ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, വലിയ പ്രതിഷേധങ്ങൾ കണ്ടു. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മൃതദേഹം വിട്ടു നൽകി. അപ്പോഴും ഈ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം, അവരുടെ അറസ്റ്റില്ലാതെ സംസ്കാര ചടങ്ങുകൾ നടത്തില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. ഇപ്പോൾ പോലീസ് ആത്മഹത്യാക്കുറിപ്പ് അടിസ്ഥാനമാക്കിയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ?
രേണുക, തീർച്ചയായും നിലവിലും ഇപ്പോഴും നാട്ടുകാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ കട്ടപ്പന നഗരത്തിലുള്ള ഹർത്താൽ തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഉച്ചയോടെയാണ് ചർച്ചയെ തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ പുലർച്ചെയായിരുന്നു, രാവിലെയായിരുന്നു കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മുൻപിൽ സാബുവിനെ മരിച്ച നിലയിൽ കണ്ടത്, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം സാബു ഈ സൊസൈറ്റിയിലെത്തുകയും നിക്ഷേപക തുക തിരികെ ആവശ്യപ്പെടുകയായിരുന്നു. കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ 50 ലക്ഷത്തോളം രൂപയാണ് ഇവിടെ സാബു നിക്ഷേപിച്ചത്. ഇതിൽ 25 ലക്ഷം വിവിധ കാലങ്ങളിലായി തിരികെ നൽകിയിരുന്നു. എന്നാൽ ബാക്കി തുക പലതവണ ആവശ്യപ്പെട്ട് തിരികെ കൊടുത്തിരുന്നില്ല. ഇതിന്റെ പലിശ പോലും തിരികെ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടെയാണ് ഇയാൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഒപ്പം ഭാര്യയുടെ ചികിത്സാ ചെലവുകൾക്ക് അടിയന്തരമായി പണം ആവശ്യമായി വരികയും ചെയ്തു. എന്നാൽ ഇതുപോലും തിരികെ ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ സൊസൈറ്റിയിലെത്തി ബാങ്കിലെത്തി സാബു പണം ആവശ്യപ്പെടുകയും എന്നാൽ ജീവനക്കാരിൽ നിന്നും മോശം അനുഭവം ഉണ്ടാവുകയും ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച രീതിയിലുള്ള ആരോപണങ്ങൾ വരികയും ചെയ്തു. ഇത് തുടർന്നാണ് ആത്മഹത്യയിലേക്ക് സാബു നീങ്ങിയത്. എന്തായാലും ഈ വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ആത്മഹത്യാ കുറിപ്പും എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ, അതായത് ബാങ്ക് ജീവനക്കാർ, സെക്രട്ടറി അടക്കമുള്ള ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ആവശ്യം വരുന്നത്. ഇവർക്കെതിരെ ശരി, പ്രിൻസ് ജെയിംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം നിക്ഷേപകൻ ജീവനൊടുക്കിയ സംഭവം സഹകരണ മേഖലയിലെ CPM കൊള്ളയുടെ രക്തസാക്ഷിയാണ് ആ നിക്ഷേപകൻ എന്ന പ്രതികരണം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തു നിന്നും വരുന്നു. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. കളമശ്ശേരിയിൽ തെരുവുനായ ആക്രമണം, 8 പേർക്ക് കടിയേറ്റു. ചങ്ങമ്പുഴ നഗർ, ഉണിച്ചിറ, യതീംഖാന റോഡ്, അറഫ നഗർ എന്നിവിടങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. കടിയേറ്റവരിൽ 3 ഇതര സംസ്ഥാനക്കാരുമുണ്ട്. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിലായി ചികിത്സ നേടി. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, മുഖത്തിനുൾപ്പെടെ കടിയേറ്റ പ്രായമായ സ്ത്രീയുണ്ട്, ഒപ്പം 5 വയസ്സുകാരനായ കുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് കടിയേറ്റു എന്ന വിവരമാണ് വരുന്നത്. ഈ പേവിഷബാധയേറ്റ പട്ടി തന്നെയാണോ? എന്താണ് നമുക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? നവമി ദിനേശ് വിവരങ്ങൾ നൽകും. എന്തായാലും തെരുവുനായ ശല്യം പലയിടങ്ങളിൽ നിന്നും ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കളമശ്ശേരിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തെരുവുനായ ആക്രമണത്തിൽ 8 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. അതിൽ കുട്ടികളും വയസ്സായവരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് ചിത്രങ്ങൾ കാണാം. മാസ്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നതെങ്കിൽ പോലും ഒരു സ്ത്രീയുടെ മുഖത്ത് നിരവധി പാടുകൾ പട്ടിയുടെ കടിയേറ്റ് ഉണ്ടായിട്ടുണ്ട്, മുറിവുണ്ടായിട്ടുണ്ട്. ചങ്ങമ്പുഴ നഗറിലും ഉണിച്ചിറ, യതീംഖാന റോഡിലും അറഫ നഗർ എന്നിവിടങ്ങളിലുമാണ് ഇന്ന് തെരുവുനായയുടെ ആക്രമണം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, കുട്ടികൾക്കും വയസ്സായവർക്കും ഒക്കെ കടിയേറ്റിരിക്കുന്നു. പേവിഷബാധയേറ്റ പട്ടിയാണോ? എന്തെങ്കിലും സ്ഥിരീകരണം അക്കാര്യത്തിലുണ്ടോ? രേണുക, ഇന്ന് രാവിലെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതായത് കളമശ്ശേരിയിൽ പ്രധാനമായും ചങ്ങമ്പുഴ നഗർ, ഉണിച്ചിറ, യത്തീംഖാന റോഡ്, അറഫ നഗർ എന്നിവിടങ്ങളിലാണ് 7 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. അതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇവരെ എന്തായാലും എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരെ 7 പേരെയും ഒരു തെരുവുനായ തന്നെയാണ് കടിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം അല്പസമയം മുൻപാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളെ ഹിയാദ് നഗറിൽ വെച്ച് തെരുവുനായ ആക്രമണം ഉണ്ടായത്. അത് മറ്റൊരു തെരുവുനായയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കളമശ്ശേരി ഈ പ്രദേശത്തെ ആളുകളെല്ലാം വലിയ ഒരു പരിഭ്രാന്തിയിലാണ്. എന്തായാലും നഗരസഭ ഇടപെട്ട് എത്രയും വേഗം ഈ തെരുവുനായെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ദൗത്യങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ആദ്യം 7 പേരെ കടിച്ച തെരുവുനായ ക്യുസാറ്റ് ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നാട്ടുകാർ, ദൃക്സാക്ഷികൾ പറയുന്നത്. അവിടെ നമുക്കറിയാം ക്യുസാറ്റ് കോളേജ് ഉണ്ട്. അവിടെ എപ്പോഴും വിദ്യാർത്ഥികളും ഒരുപാട് ആളുകൾ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്കും ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രേണുക, ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലം നെല്ലിക്കുഴിയിൽ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ മന്ത്രവാദത്തിന്റെ സാധ്യത പരിശോധിക്കാൻ പോലീസ്. കേസിലെ പ്രതിയും കുട്ടിയുടെ രണ്ടാനമ്മയുമായ അനീഷയെയും മന്ത്രവാദ ചികിത്സ നടത്തിയ ആളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം കൊലപാതകത്തിൽ അനീഷയ്ക്ക് മാത്രമാണ് നിലവിൽ പങ്കുള്ളതെന്ന് പോലീസ് അറിയിക്കുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയായ അജാസ് ഖാന്റെ മകൾ മുസ്കയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അജാസിന്റെ ആദ്യ ഭാര്യയിലെ മകളായ മുസ്കാൻ ജീവിതത്തിൽ തടസ്സമാകുമോ എന്ന ഭയമാണ് കൊലപാതകത്തിന് കാരണമായി അനീഷ പറയുന്നത്.
അതോടൊപ്പം മുസ്കാനെ ഇടയ്ക്കിടെ കാണാനെത്തുന്ന ആദ്യ ഭാര്യയുമായി അജാസ് ഒന്നിക്കുമോ എന്ന ആശങ്കയും അനീഷയ്ക്കുണ്ടായിരുന്നു. ആദ്യം കൊലപാതകത്തിൽ അജാസിന് പങ്കുണ്ടോ എന്ന് പോലീസും സംശയിച്ചിരുന്നുവെങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് വ്യക്തമായി. അജാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രവാദ ചികിത്സ നടത്തുന്ന ചിലരെപ്പറ്റിയും പോലീസ് അന്വേഷണം നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അനീഷയെ മന്ത്രവാദ ചികിത്സ നടത്തിയ നൌഷാദിനെ കസ്റ്റഡിയിലെടുത്തു. കൊലപാതകവുമായി നിലവിൽ ഇയാൾക്ക് ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്ന് പോലീസ് പ്രതികരിച്ചു. അജാസ് ഖാനിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു. സോ ഇപ്പോൾ കുറച്ച് സമീപകാലം ഈ അജാസ് ഖാനിൻ്റെ ആദ്യം ഭാര്യ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലുണ്ട്. ആ ആദ്യം ഭാര്യ ഈ മരണപ്പെട്ട കുട്ടീനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കുറേ തവണ വിളിച്ചിരുന്നു. സോ അതിനെക്കുറിച്ച് ജെലസി പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത് നമുക്ക് ആദ്യമാണോ കിട്ടിയതുള്ള വിവരം. ഇന്നലെ രാവിലെയാണ് മുസ്കാനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞതോടെയാണ് അന്വേഷണം മാതാപിതാക്കളിലേക്ക് തിരിഞ്ഞത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല എന്നായിരുന്നു ഇവർ പോലീസിനോട് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചോദ്യം ചെയ്യലിൽ അനീഷ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ ചെന്നിത്തലയാണെന്ന് വ്യക്തമാക്കിയ വെള്ളാപ്പള്ളി നടേശൻ KC വേണുഗോപാലിനെയും VD സതീശനെയും വിമർശിച്ചു. KC വേണുഗോപാൽ അവസരം ലഭിച്ചിട്ടും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്നും എടാ പോടാ വിളിച്ച് വെറുപ്പ് സമ്പാദിക്കുന്ന ആളാണ് സതീശനെന്നുമാണ് വിമർശനം. അതേസമയം NSSുമായി സഹകരിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ല എന്നും കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാഷ്ട്രീയമായി എന്ത് ഗുണമുണ്ടാകും? കോൺഗ്രസിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് രമേശിന് ഗുണമുണ്ടായി അടുത്ത താക്കോൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേ? കോൺഗ്രസിനൂടെ ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷേ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി ഇപ്പോൾ 4-5 പേര് മുഖ്യമന്ത്രിയാകാനായിട്ട് ഷർട്ടും തയ്ച്ച് നടക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സത്യമായിട്ട് തോന്നുമ്പോഴും യാഥാർത്ഥ്യമാകാത്ത ഒന്നിനെ പറ്റി നമ്മൾ വലിയ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ NSSുമായിട്ട് അടുത്തു എന്നുള്ളതൊരു കുറ്റകരമാണെന്ന് പറയാനായിട്ട്. രമേശ് മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കുറേ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വെറുപ്പ് വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. തമ്മിൽ ഭേദം തൊമ്മനാണ്. ആ തൊമ്മനെന്ന നിലയിൽ രമേശ് ചെന്നിത്തല മിടുക്കനാണ്. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ NCP സംസ്ഥാന ഘടകം പിളർപ്പിന്റെ വക്കിൽ. തനിക്കെതിരെ യോഗം വിളിച്ച PC ചാക്കോയ്ക്കെതിരെ കടുത്ത നീക്കത്തിനാണ് AK ശശീന്ദ്രൻ ഒരുങ്ങുന്നത്. തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ എടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് താൽപര്യമില്ലെന്ന് ശശീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. മുഖ്യമന്ത്രിക്ക് മാത്രമുള്ള പ്രത്യേക ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ കുറേ പരാതികൾ, സംശയാസ്പദമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാൻ പ്രയാസമുണ്ട് എന്ന നിലപാട് മാത്രമേ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളൂ. AK ശശീന്ദ്രൻ കടുത്ത നിലപാടിലാണ്. തോമസ് കെ തോമസിനോട് മുഖ്യമന്ത്രിക്കും CPMനും താൽപര്യമില്ലെന്ന് ശശീന്ദ്രൻ പരസ്യമാക്കി. ഒപ്പം തനിക്കെതിരെ PC ചാക്കോ യോഗം വിളിച്ചതിലും ശശീന്ദ്രൻ കടുത്ത നിലപാടിലാണ്. നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തർക്കവും ചർച്ചയും പോരാട്ടവും നടത്തുന്നതിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ചാണ് പാർട്ടി അണികൾ, സമൂഹം ചിന്തിക്കുന്നത്. പിന്നെയും ചർച്ചകളും കൂടിയാലോചനകളും പ്രസ്താവനകളും വാർത്തകളും വരുത്തുന്നത് അനാരോഗ്യകരമായ പ്രവണതയാണ്. NCP സംസ്ഥാന നേതൃത്വം പിളർപ്പിന്റെ വക്കിലാണ്. ചാക്കോ വിഭാഗത്തിനെതിരെ ബദൽ യോഗം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങിയാണ് ശശീന്ദ്രൻ വിഭാഗം. ഇന്ന് തൃശൂരിൽ യോഗം ചേരാനിരുന്നുവെങ്കിലും പിന്നീട് മാറ്റിവെച്ചു. CPM നേതൃത്വവും മുഖ്യമന്ത്രിയും നൽകുന്ന പിന്തുണയാണ് ശശീന്ദ്രന്റെ ധൈര്യം. അതേസമയം കാത്തിരിക്കുമെന്നാണ് തോമസ് കെ തോമസിന്റെ പ്രതികരണം. ചർച്ച ചെയ്യുന്നുണ്ടെന്നില്ല വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടുന്നു. അത് അവർ തന്നെ സംസാരിച്ച് അതിൻ്റെ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസവും പ്രതിപക്ഷ ബഹളത്തിന് മാറ്റമുണ്ടായില്ല. അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെച്ച് മാപ്പ് പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു.
चर्चा से डरती है। अब ये जानते हैं कि इन्होंने जो किया, इनकी असली भावना निकल आई है, जो अम्बेडकर जी के प्रति इनकी असली भावना है वो निकल आई है, क्योंकि ये इस मुद्दे से जुड़ा पूरे देश का हित है। हमारा संविधान अम्बेडकर जी की देन है और इस देश की जनता की देन है और हमारी आजादी की लड़ाई की देन है, और उनका इस तरह से अपमान हिंदुस्तान नहीं सहेगा। 2 എംപിമാരെ മർദ്ദിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ ആവശ്യം. ഇപ്പോൾ രവി DC AKG സെന്ററിൽ എത്തി കൂടിക്കാഴ്ചകൾ നടത്തുകയാണ്. DCയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് CPM സംസ്ഥാന സെക്രട്ടറിയെ ക്ഷണിക്കാനാണ് എത്തിയത്. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെ നേരത്തെ മുഖ്യമന്ത്രിയും CPMഉം രൂക്ഷമായി വിമർശിച്ചിരുന്നു. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, EP-യുടെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയേറുന്നത്. ആ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിലേക്ക് എത്തുമോ? എന്താണ് വിവരങ്ങൾ? ഏതായാലും ആ വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് ഉറപ്പില്ല. പക്ഷേ രവി DC CPM-ന്റെ ആസ്ഥാനത്ത് AK സെന്ററിലേക്ക് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് എത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടൻ അദ്ദേഹം ഇവിടേക്ക് എത്തി. അദ്ദേഹം മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ MP ഗോവിന്ദൻ, അതിനുശേഷം ഇപ്പോൾ അല്പസമയം അദ്ദേഹം MP ഗോവിന്ദനെ കാണാൻ ഓഫീസിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. EP ജയരാജന്റെ ആത്മകഥാ വിവാദമാണ് രേണുക സൂചിപ്പിച്ച പോലെ ഈ കൂടിക്കാഴ്ചയ്ക്കൊരു പ്രസക്തി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഇത്തരത്തിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ക്ഷണിക്കാൻ എത്താറുണ്ട് AK സെന്റർ ഉൾപ്പെടെയുള്ള പാർട്ടി ആസ്ഥാനങ്ങളിൽ. അതുപോലെ മാത്രമായി മാറേണ്ട കൂടിക്കാഴ്ച. പക്ഷേ EP ജയരാജന്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്ന് അദ്ദേഹം ആരോപിക്കുമ്പോൾ അത്തരമൊരു പുസ്തകം എങ്ങനെ ഇറക്കി എന്നൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു. EP ജയരാജന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായും DC ബുക്സിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് CPM-ഉം അന്ന് രംഗത്ത് വന്നത്. ഒന്നിലേറെ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും മറ്റും ഈ ജയരാജൻ പറഞ്ഞതിൽ വസ്തുതയുണ്ട്. മറ്റുള്ള എതിർഭാഗത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞു DC ബുക്സിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇത്തരം ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ പ്രസക്തി ഏറുകയാണ്. EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ചർച്ചകൾ ഇപ്പോഴത്തെ കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും എപ്പസമയത്തിനകം കൂടിക്കാഴ്ച പൂർത്തിയാക്കി രവി DC പുറത്തേക്ക് വരും. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് എന്തിനാണ് അദ്ദേഹം വന്നത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ലിറ്റററി ഫെസ്റ്റിവലിൽ MP ഗോവിന്ദനെ ക്ഷണിക്കാനാണ് അദ്ദേഹം AK സെന്ററിലേക്ക് എത്തിയത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞ് ഒരാൾ മരിച്ചു. അട്ടത്തോടിനും ചാലക്കയത്തിനും ഇടയിലാണ് അപകടമുണ്ടായത്. ചങ്ങനാശ്ശേരി സ്വദേശി ബാബുവാണ് മരിച്ചത്. ശശി നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശി, അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നാണ് അറിയുന്നത്. വിവരങ്ങൾ എന്താണ്? രേണുക, അട്ടത്തോടിനും ചാലക്കയത്തിനും ഇടയിലാണ് ഈ കാർ, ശബരിമല തീർത്ഥാടനം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ചങ്ങനാശ്ശേരി സ്വദേശികളായ 6 പേരാണ് ഈ കാറിലുണ്ടായിരുന്നത്. അതിൽ ബാബു, 68 വയസ്സുള്ള ബാബുവാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഒരു കുട്ടിയടക്കം 6 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. എന്തായാലും അത്തരമൊരു അപകടം ഈ തീർത്ഥാടന കാലത്ത് ഉണ്ടായിട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരം കാര്യങ്ങൾ, ചെറിയ ചെറിയ അപകടങ്ങൾ പ്രദേശം ഉണ്ടെങ്കിലും വലിയ കാര്യമായ മരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അത് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തക ഇടപെടൽ കൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നത്. പക്ഷേ ഇത് യാദൃശ്യമായി നിയന്ത്രണം വിട്ട് പറഞ്ഞാണെന്നാണ് നിലവിലുള്ള പ്രാഥമികമായ ഒരു പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തീർത്ഥാടക തിരക്കിലേക്കാണ് ശബരിമല നീങ്ങുന്നത്. വൈകിട്ട് 5 മണിവരെ ഇന്ന് 70,964 പേർ മല കയറി. മരക്കൂട്ടത്തുൾപ്പെടെ പലയിടത്തും നിയന്ത്രണങ്ങളോടെയാണ് കടത്തിവിടുന്നത്. ഇന്നലെ 96,007 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇതും സീസണിലെ റെക്കോർഡായിരുന്നു. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസ് കാണാം. നമസ്കാരം. MT വാസുദേവൻ